ഓരോ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രിയാമണി സ്വപ്നവല്ലിയുടെ വീടിന്റെ വാതൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വപ്നവല്ലി കഥവും തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് സ്വപ്നവല്ലി വന്നിട്ട് ചോദിച്ചു, എന്താ ഒളിഞ്ഞു നോട്ടമായിരുന്നെന്ന് ചോദിക്കും. അല്ല, ഒളിഞ്ഞു നോക്കുമല്ലായിരുന്നു പറയാണ്. പിന്നെ എന്ത് പറ്റി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രിയാമണിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പ്രിയാമണി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു കുടുംബം അല്ലെന്ന് ചോദിക്കും. ഒരു കുടുംബമോ? അങ്ങനെയല്ല, നിങ്ങൾ പച്ചില ഫാമിലി, ഞങ്ങൾ നോൺ പച്ചില ഫാമിലി എന്ന് പറയാം. അപ്പം വെജും നോൺ വെജും തമ്മിൽ പറഞ്ഞാണ്. പിന്നീട് ആ വേസ്റ്റ് അങ്ങനെ പുറകെ പിടിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ആ വേസ്റ്റ് അങ്ങോട്ടേക്ക് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രിയാമണി പറഞ്ഞു, അതെ ഇനിയെങ്കിലും ഈ വേസ്റ്റൊക്കെ ഒന്ന് അകത്ത് വെച്ചൂടെ, ഇങ്ങനെ പുറത്ത് കൊണ്ടൊന്നും വെക്കേണ്ട കാര്യമുണ്ടോ, നമ്മളിപ്പോൾ ഒരു കുടുംബമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവല്ലി പറഞ്ഞു, അതൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ നിങ്ങളുടെ മോളുണ്ടല്ലോ, അവൾ ഇന്നലെ എന്തൊക്കെയോ ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അത് കഴിച്ചിട്ട് എല്ലാവരും ബാത്റൂമില, ഒറ്റയാണം ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്ന് പറയാം. അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ, അവൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കൂലോ എന്ന് പ്രിയാമണി പറയാം. പിന്നെ അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അവളെ കൊണ്ട് ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ അത് വേണ്ട, അതെന്താ, അതിന്റെയൊക്കെ സ്മെല്ല് കേട്ടാൽ തന്നെ അവൾക്ക് ഛർദി വരുമെന്ന് പറയാം. അങ്ങനെയാണോ? അതെ, ഇത് സ്വപ്നവല്ലിയുടെ വീടാ, ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ സ്വപ്നവല്ലി തീരുമാനിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ. അവളെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും, എനിക്കറിയാം അവളെ എന്ത് ചെയ്യണമെന്ന്. പിന്നെ എതിർക്കാനായിട്ട് പ്രിയാമണി വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവൾ ഇവിടെ കിടന്ന് എന്റെ പീഡനം അനുഭവിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും പ്രിയാമണിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പ്രിയാമണി അകത്തേക്ക് കയറിപ്പോണം. ഈ സ്വപ്നവല്ലി ഇവൾക്കൊട്ടൊരു പണി കൊടുക്കാനും പറ്റുന്നല്ലോ, എന്തായാലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ മോളെ ഇവള് പീഡിപ്പിക്കും. അതൊക്കെ ഓർത്തപ്പം വല്ലാത്ത ടെൻഷനായിപ്പോയി. പിന്നീട് അകത്തേക്ക് കയറി ചെല്ലണം. അപ്പം മാഷയുടെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രിയാമ്മയോട് ചോദിച്ചു, പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നേ, എങ്ങനെയാന്ന് പറ, എന്റെ മോളെ എവിടെയിട്ട് പീഡിപ്പിക്കുമല്ലേ ആ സ്വപ്നവല്ലി എന്ന് പറയാണ്. പീഡിപ്പിക്കുന്നോ? അതെ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന അല്ല, അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയാവോ, ഞാൻ പറയുന്നല്ല അവൾ അനുസരിച്ചില്ലെങ്കില് ഇഷിതനെ അവളിട്ട് പീഡിപ്പിക്കൂന്ന്. അപ്പൊ അതിനർത്ഥം എന്താ, നമ്മൾ എവിടെയിട്ട് പീഡിപ്പിക്കുന്നല്ലേ? മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയി, ഇനി ഞാൻ വെറുതെ ഇരിക്കുന്ന മാഷി കരുതണ്ടെന്ന് പറയാം. എന്തിയാണെന്ന് എനിക്ക് അറിയാന്ന് പറയണം. പിന്നീട് സുഹിത്രനെ വിളിക്കുകയാണ്. സുഹിത്ര എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. എടി സുജി, ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയാണ്. അവസാനം സുഹിത്ര പുതപ്പൊക്കെ മാറ്റി എഴുന്നേറ്റ് വരുവാണ്. ഈ ചിറ്റയ്ക്ക് ഇത് എന്തിന്റെ കേടാന്ന് ഓർത്തുണ്ട്, നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഉറങ്ങുമായിരുന്നു, അവളുടെ ഒരു ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആ കൈക്കിട്ട് അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ എന്താ ചിറ്റ എന്ന് ചോദിക്കണം. പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. നിനക്ക് നിന്റെ ചേച്ചിയുടെ കാര്യമൊന്നും അറിയണ്ടേ, അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാ അവൾക്ക് സുഖമാണോ സന്തോഷമാണോ ഒന്നും അറിയണ്ട, കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി എന്ന് പറയാം. നീ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ട് കാപ്പ് കുടിക്കാം, എന്നിട്ട് നിന്റെ ചേച്ചിനൊന്ന് പോയി കാണാൻ പറയണം. ശരി, നമ്മുടെ സുചിത്ര മുറിയിലേക്ക് പോയി. പിന്നീട് വീണ്ടും അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുവാണ്. ഈ സമയത്ത് ഇഷിത ചിപ്പിമോള് ഒരുക്കുക രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത പറഞ്ഞു, അതെ കുറച്ച് ദിവസമായാലേ മോള് പോയിട്ട്, അതെ ചെന്ന് കഴിയുമ്പോൾ ചക്കയോട് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മോള് പഠിക്കണം കേട്ടോ എന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം. അല്ല ഡാഡി അമ്മയായിട്ട് എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. എന്ത് പ്രശ്നം? അല്ല നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാം. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്ന് ഇഷിത പറയണം. പെട്ടെന്നാണ് ഇഷിത ഓർത്ത് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാം. നേരത്തെ മഹേഷിന്റെ ഫോണിലേക്ക് ഇഷിത മെസ്സേജ് അയക്കുമായിരുന്നു. മഹേഷിന് അറിയില്ല അത് ആരാ മെസ്സേജ് അയക്കണേന്ന്. പിന്നീട് ഇഷിത മെസ്സേജ് അയക്കുക, കല്യാണം കഴിഞ്ഞില്ലേ, നല്ല മാലഹയെ പോലെ ഒരു പെൺകുട്ടീനെ കിട്ടിയിരിക്കുന്നത്, പൊന്നുപോലെ അവളെ നോക്കണം, ഒരാങ്കിളിൽ കൂടി നോക്കുമ്പോൾ പൂങ്കുലിനെ പോലെ ഉണ്ട്, എന്ത് ഭംഗി അവളെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. ചിപ്പിമോളി ആർക്കാ മെസ്സേജ് അയക്കുന്നേ? ആർക്കും അല്ല എന്ന് പറയാണ്. ഈ സമയത്ത് അൻസാരിദാസിന്റെ മുറിയിലേക്ക് വിനോദനെ വിളിപ്പിച്ചിരിക്കുകയാണ്. അൻസാരിദാസൻ മാത്രമല്ല, അപ്പത്തേന് ജോർജും അങ്ങോട്ട് വന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വിനോദ് വരുവാണ്. വിനോദ് വന്നു കഴിഞ്ഞപ്പത്തിന് അൻസാരിദാസ് ചോദിച്ചു, എന്താ വിനോദം ഇതൊക്കെ, വല്ലതും നടക്കുമെന്ന് ചോദിക്കണം. എന്താ നേതാവേ? അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇഷിതനെ പൊക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ എന്താ സംഭവിച്ചേ? അവിടെ ഒന്നും നടന്നില്ലല്ലോ, നമ്മുടെ ഗുണ്ടകളെ ആരാ അടിച്ചൊതുക്കിയെന്ന് ചോദിക്കാം. ഇത് കേട്ടാൽ വിനോദൊന്നും ഞെട്ടി. വിനോദ് പറഞ്ഞു പെട്ടെന്ന്, എനിക്കറിയില്ല എന്ന് പറയാം. ഓഹോ, ഞാൻ മാക്സിമം അന്വേഷിച്ചു. ജോർജ് നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഗുണ്ടാ ലിസ്റ്റുള്ള എല്ലാവരുടെയും പേര് നോക്കി, അവരാരും അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റാരായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരോ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അല്ല അന്ന് എന്തിനാണ് അവൻ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവളെ ഇറക്കി വിട്ടേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജോർജുവിനും വിടാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് ഇടപെട്ട, അപ്പൊ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വിട്ടേന്ന് പറയണം. അത് കേട്ടപ്പോഴത്തേനും ജോർജിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നമ്മുടെ പ്ലാനുകളൊന്നും തകർന്നു പോകല്ലേ, മനസ്സിലായാലോ? പിന്നീട് വിനോദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം ആ വഴി നോക്കിയിട്ട് കാര്യമില്ല, ആതിര അവളാണ് ഇനി അടുത്ത നമ്മുടെ ടാർജറ്റ്, എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണം എന്ന് പറയാം. ഇത് കേട്ടത് വിനോദ് പറഞ്ഞു,
ആതിരയ്ക്കുള്ള ഒരു ഡോസ് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഡോസ് ഇന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുക്കാൻ പറയണം. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി മാറ്റണം എന്ന് പറയണം. ശരിയെന്ന് പറയാം. അറിയാലോ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഈ 2026 ഇലക്ഷൻ നടക്കും. ആ സമയത്ത് ഞാനായിരിക്കും ഇനിയിപ്പം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കൊരു സീറ്റ് കാണായിരിക്കും. ആഭ്യന്തര വകുപ്പ് നീ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അറിയാലോ. അത് മാത്രമല്ല, പിന്നീട് കാര്യമുള്ള എൻ്റെ ഏറ്റവും ഇളയ മോള് നിന്നെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കാറുണ്ട്. വീട്ടിലേക്ക് ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായെന്ന് ചോദിക്കാം. വിനോദ് പറഞ്ഞു മനസ്സിലായെന്ന് പറയാം. എന്നാൽ ശരിയെന്ന് പറയണം. വിനോദ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അൻസാരിദാസ് ഇങ്ങനെ മനസ്സിൽ ചില കണക്കൂട്ടലൊക്കെ നടത്തുവാണ്. ഈ സമയത്ത് മഹേഷും അവർ പോകാനായിട്ട് ഇറങ്ങുവാണ്. മഹേഷിനോട് ഇഷിതയും ചിപ്പിമോളും ഉണ്ട്. അപ്പൊ ചിപ്പിമോളെ എന്ന് സ്വപ്നവലിക്ക് ഉമ്മയെ കൊടുക്കുന്നുണ്ട്. ഉമ്മയെ കൊടുത്തിട്ട് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങുവാണ്. പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇഷിതയോട് പറഞ്ഞു, മോളെ നേരത്തെ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ, വിശന്നിരിക്കുന്നു ചെയ്യരുത്. അറിയാലോ, വിശന്ന് കിടന്ന് പട്ടിണിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവനോട് തന്നെ അവനവൻ്റെ ആരോഗ്യം നോക്കി വേണം ജോലിയൊക്കെ ചെയ്യാനെന്നൊക്കെ ഉപദേശിക്കുകയാണ്. പിന്നീട് ചിപ്പിമോളോടൊക്കെ പറഞ്ഞിട്ട് എന്നാ ശരി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. പെട്ടെന്ന് മഹേഷ് ആ ഫോണുമായിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. അപ്പം മഹേഷിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ബിപിൻ ദാസ് ആണ് വിളിച്ചത്. ബിപിൻ ദാസ് വിളിച്ചിട്ട് എടാ ഞാൻ വിളിച്ചത് നിനക്ക് ശല്യമായോ? എന്ത് ശല്യം? അതെ, ഇന്ന് എൻ്റെ ഭാര്യ മായയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഉറപ്പായിട്ടും വൈകുന്നേരം നീ വന്നിരിക്കണം എന്ന് പറയാം. എടാ എനിക്ക് മീറ്റിംഗ് തിരക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വന്നേ മതിയാവുള്ളൂ, വന്ന് പങ്കെടുക്കണമെന്ന് പറയാം. ഇതേ അല്ലെങ്കിലുണ്ടല്ലോ മേലെ നീയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകത്തില്ല. ഇതേ നീ ഓരോ ഒഴിപൊഴികൾ പറഞ്ഞ് ഇത്രയും നാളും ഞങ്ങളിൽ നിന്ന് അകന്നു നിന്നു, ഇനി അതൊന്നും പറ്റില്ല എന്ന് പറയണം. അവസാനം മഹേഷ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരികയാണ്. രാമനാഥൻ ചോദിച്ചു ആരാ മോനെ വിളിച്ചേ? ബിപിൻ ദാസിനെ അറിയാൻ മേലെ. ഓ മനസ്സിലായി, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അല്ല ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം നീ അവനെ മീറ്റ് ചെയ്തെന്ന് ചോദിക്കുക. ഇല്ല, അത് അവന്റെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിരിക്കുക വൈകുന്നേരം പോകണമെന്ന്. ഇത് കേട്ടതും സ്വപ്നവല്ലിയോട് ഞാൻ ഇതിനെന്താ മോളെയും കുട്ടി പോകാൻ പറയണം. അല്ല അത് പിന്നെ അമ്മ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ, അപ്പൊ നിങ്ങൾ പോയേ മതിയാവുള്ളൂ, ഇച്ചിരി നേരത്തെ വരണമെന്ന് പറയണം. മഹേഷ് പറഞ്ഞു എനിക്ക് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു എനിക്കും തിരക്കുണ്ട്, തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനെ പോയേ മതിയാവുള്ളൂ, രണ്ടുപേരും കൂടെ അതിനകത്ത് പോയി പങ്കെടുക്കണം എന്നൊക്കെ പറയണം. പിന്നീട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് മഹേഷ് തന്റെ ഫോണിനകത്ത് മെസ്സേജ് കാണുന്നേ. മാലാഹയപ്പോഴൊരു കുട്ടിയാ. ആ മെസ്സേജ് വീണ്ടും വരാൻ തുടങ്ങിയല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത വെച്ച് എന്താ ആരെ ഒരു ബോധമില്ലാത്തൊരു മെസ്സേജ് അയച്ചേക്കുക, കല്യാണം കഴിഞ്ഞില്ലേ, മാലാഹയപ്പോ ഒരു കുട്ടിയാണ്. മാലാഹയാണ് പോലും, ഞാനൊന്നും പറയണില്ല. ഒരാംഗിളിൽ കൂടി നോക്കും പൂങ്കുയിലോ പൂവുമില്ല, ഒരു കുയിലുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇഷിത പറഞ്ഞു ചിലർക്കൊക്കെ അങ്ങനെ തോന്നുമൊന്നും ഇല്ലാന്ന്, പക്ഷെ ആ അയച്ച ആൾക്ക് നല്ല സെൻസ് ഉണ്ടെന്ന് പറയണ. അയച്ച ആളെ ഏതോ ഒരു ബോധമില്ലാത്ത ആളാ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം. പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും വീണ്ടും മഹേഷിന് കോൾ വന്നു. മഹേഷ് ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേനും ഇഷിത ചിപ്പിമോളോട് ചോദിച്ചു കണ്ടില്ലേ നിന്റെ ഡാഡിയുടെ തിരക്ക്, ഡാഡി എപ്പോഴേലും ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന നീ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇല്ല, എപ്പോഴും ഡാഡി ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ മഹേഷ് ആരോടോ ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ടെന്ന്. അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളോട് ദേ PM വന്ന് നമുക്ക് പോകാന്ന് പറയണേ. PM പഠിപ്പിച്ച് ഇപ്പൊ ടീച്ചേഴ്സ് AM PM പോലും മാറ്റിയാണോ പഠിപ്പിക്കുന്നത് ചിപ്പിമോളെന്ന് ചോദിക്കാം. അത് പിന്നെ PM എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ ഡാഡിക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറയണം. എന്താ PM എന്ന് പറഞ്ഞാ? ഫോണിന്മാനും വന്ന് പറയാണ്. അതായത് എപ്പോഴും മഹേഷ് ഫോണിനകത്തല്ലേ, അതുകൊണ്ട് ചിപ്പിമോള് കളിയാക്കിയതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിതോട് ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന് പറയണം. ഇഷിതയാണെങ്കിൽ പിന്നീടൊന്നും മനസ്സിലായി. അവളുടെ ഒരു PM ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ചിപ്പിമോളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക. പക്ഷെ കൈ മാറിപ്പോയി. ഇഷിതയുടെ കയ്യിലേക്ക് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ചിപ്പിമോള് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. മഹേഷിനൊന്നും മനസ്സിലായില്ല. ഇച്ചിരി അങ്ങ് നടന്നു കഴിയുമ്പോഴാണ് മഹേഷ് പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ ഇഷിതയുടെ കൈയാണല്ലോ എന്ന് വിചാരിക്കുന്നത്. പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് വിടുവിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ അവിടെ കിടന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് ചിപ്പിമോളുടെ ബസ് വന്നു. എന്റെ ബസ് വന്നു, ഞാൻ പോട്ടെ എന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ചിപ്പിമോള് പോവാണ്. ചിപ്പിമോള് പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് അടുത്ത കോള് വരുവാണ്. അങ്ങനെ കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാ കോള് വരുന്നേ. ഹലോ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറഞ്ഞു അതെ നിങ്ങളുടെ ഭാര്യനെ കുറിച്ച് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും മഹേഷ് ഒന്ന് ഞെട്ടി. ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. അവളുടെ ജീവൻ അപകടത്തിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവൾ മരണപ്പെടാം. അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടയുക, അല്ലെങ്കിൽ ഇനി നിവൃത്തില്ല എന്ന് പറയണം. ഇതും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു.
മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിപ്പോ ഇഷിതയോട് പറയാനും പറ്റില്ല. പിന്നീട് ഇഷിതയുടെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു, അതെ നമുക്ക് പോയാലെന്ന് ചോദിക്കുക. അല്ല ഞാൻ പോയിക്കോളാം. വേണ്ട, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞാൻ പോയിക്കോളാം, വൈകുന്നേരം ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ വന്നോളാം എന്ന് പറയണം. അങ്ങനെ പോകുന്ന വഴിക്ക് മഹേഷ് ചോദിച്ചു, അല്ല നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ? ഉണ്ട്, കോമ സ്റ്റേജിൽ കിടക്കണേ. അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുറവായി വരുന്നുണ്ട്. ആ റൂമിന് എവിടെയാ റൂം നമ്പറൊക്കെ ചോദിക്കുകയാണ്. എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. പിന്നീട് ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ഇഷിത പോയി നോക്കാനുണ്ടോന്ന് ചോദിക്കണം. ഞാൻ എല്ലാ ദിവസവും പോകാറില്ല, ഡ്യൂട്ടി ഡോക്ടേഴ്സാണ് റൗണ്ട്സിന് പോകാറുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അല്ല എന്താ ഇതൊക്കെ ചോദിക്കണേന്ന് ചോദിക്കാം. ഞാൻ വെറുതെ ചോദിച്ചോളെന്ന് പറയാണ്. അപ്പൊ ചില പ്ലാനുകളൊക്കെ മഹേഷ് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.